ഈ സോങ് അതായത് എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ള സോങ്ങാണ് കൊച്ചിലെ മുതൽ ചെറുപ്പം മുതൽ കണ്ണാളനെ എന്നുള്ള സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ആ സ്പോട്ടിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, അമ്മോ, മണിരത്നം മൂവി. ആക്ച്വലി ഗുരു മൂവിയിലെ സോങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോങ്, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സെറ്റൊന്നും ഇടാതെ ഒറിജിനൽ ഇത്രയും അടിപൊളി സ്ഥലത്ത് ഷൂട്ട് ചെയ്തതാണ് ആ സോങ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കൂ. ഇത് എനിക്ക് തോന്നുന്നത് എത്ര ഫുള്ള് കാണാൻ നല്ല ടൈം വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് മധുരൈ മീനാക്ഷി ടെമ്പിളിലേക്കാണ്. അത് അച്ഛൻ പറഞ്ഞത് നമുക്ക് ഒരു ദിവസമൊന്നും പോരാന്നാണ്. അതിൻ്റെ ഒരു എൻട്രൻസിൽ കൂടെ കയറി അടുത്ത എൻട്രൻസ് നമ്മൾ തിരിച്ചെത്താൻ പല പല എൻട്രൻസുകളുണ്ട്. ഏതിലേക്കൂടെ നമ്മൾ വന്നത്, ഏതുവഴിയാണ് നമുക്ക് പോകേണ്ടതെന്നൊന്നും ഒരു പിടിയും കിട്ടൂല എന്നാണ് അച്ഛൻ പറയുന്നത്. സോ നല്ല സമയം വേണം അതൊക്കെ ശരിക്കും ആസ്വദിച്ച് കാണാനായിട്ട്. അച്ഛൻ ഇവിടെയൊക്കെ വന്നിട്ട് എല്ലാം കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മധുരയിൽ. യെസ്, അവരിങ്ങനെ എക്സ്ചേഞ്ചിങ് പ്ലസൻട്രീസ് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വരികയാണ്. അപ്പം ഇനി ഈ പാട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അരവിന്ദ് സ്വാമിയൊക്കെ മനീഷ കൊയ്രളയും തകർത്ത ഈ പാട്ട് ഗാനങ്ങളുടെ ചിത്രങ്ങൾ മുഴുവൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഐ തിങ്ക് ആ സോങ് ഫുൾ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു രാജസദസ്, അങ്ങനെയാണോ പറയുക, അറിഞ്ഞൂടാ. രാജാവിൻ്റെ ഒരു കസേര എന്തായാലും ഞാനവിടെ കണ്ടു. വാവ്, എൻ്റെ അമ്മ, ഇത്രയും വലിയ സ്ഥലത്ത് എങ്ങനെ പണ്ട് മനുഷ്യന്മാരൊക്കെ ഇരുന്ന് സംസാരിച്ചോ? എന്നുവെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇരുന്ന് പോകൂലേ? ഇത്രയും വലിയ തൂണും ഇത്രയും വലിയ കെട്ടിടവും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറും ഒക്കെ കണ്ട് അതിനിടയ്ക്ക് എങ്ങനെ ചർച്ചകളൊക്കെ ഇവർ ചെയ്തു, എങ്ങനെ ഇവിടെ പരിപാടികളൊക്കെ നടത്തി? അവർക്കൊന്നും അത്ര കാര്യമായിരിക്കില്ല. ലൈക്ക് ഓഫ്, ശ്യാമു ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഓ എൻ്റെ ഈശ്വര, കുറച്ച് കോസ്റ്റ്യൂമും കുറച്ച് സകല സന്നാഹങ്ങളോടെ വന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റീൽസൊക്കെ എടുത്ത് തകർത്തേന്. ആക്ച്വലി അതിനൊക്കെ പെർമിഷൻ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലും നടക്കുമെങ്കിൽ ഒരു ദിവസം വരണം. ഓഫ്, എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സോങ്സാണ്, എന്തൊക്കെയോ സോങ്സ്, ഈ പറഞ്ഞ പോലുള്ള നമ്മളിപ്പോൾ കണ്ട പോലത്തെ സോങ്സൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത്. ഇതാ അവിടെ നോക്കൂ, എനിക്ക് തോന്നുന്നു ഇന്ന് മഴയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ടായിട്ടൊക്കെ ഇരിക്കുന്നത്. അവിടെയൊക്കെ അല്ലാത്തപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ ഇതിലൂടെ വരുമായിരിക്കും. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്ത് ഹൈറ്റിലാണെന്നറിയോ? അതും 600 വർഷങ്ങൾക്ക് മുമ്പ്. ഗൈസ്, അവിടെ നിന്ന് അങ്ങനെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ കറക്റ്റടേ ഒരു രാജകീയമായ ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അതെ, പണ്ട് രാജാവ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ അടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടായിരുന്നു. എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്ത് തല്ലി മേടിക്കാൻ ചിലപ്പോൾ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമായിരിക്കും. നോക്കൂ, ഈ സെൻറ്ററിൽ ഈ ചെയർ, പിന്നെ ഇത്ര സ്ഥലം ഫുള്ള്. അന്നത്തെ സമയത്തൊക്കെ ഫുള്ള് ആൾക്കാരും അലങ്കാരങ്ങളും ഒക്കെ ആയിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇതാ, യെസ്, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഗ്രാൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒബ്വിയസ്ലി നമുക്ക് ഊഹിക്കാം, രാജാവ് ഇരിക്കുന്ന സ്ഥലം. വാവ്, ഇതൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞോളൂ. ഭയങ്കര ഹൈറ്റിലാട്ടോ ഇതൊക്കെ. ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളും പഠിക്കാൻ എന്തോരം ഉണ്ടല്ലേ. ഇന്ന് നമുക്ക് ഇത്രയും ടെക്നോളജിയും സയൻസും വെച്ച് ചെയ്യാൻ പറ്റാത്ത എന്തോരം കാര്യങ്ങളാണ് അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. പുഷ്പം പോലെ. ശ്യാമു ഇത് രാജാവിരിക്കുന്ന ചെയറാണോ, രാജാവ് ഇരുന്ന ചെയറാണോ എന്നൊക്കെ ചോദിച്ചിരിപ്പുണ്ട്. സിംഹാസനം, യെസ്, അതാണ് സംഭവം. ഇതാ നോക്കൂ, അവിടെ മുകളിലിങ്ങനെ ഒരു നരസിംഹാണോ എന്തോ അതൊക്കെ ഉണ്ട്. എല്ലാത്തിലും പിന്നെ കൊത്തുപണികളുടെയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്ത് പറയേണ്ടതില്ല. തീർച്ചയായിട്ടും അടിപൊളിയാണ് അതൊക്കെ. ഒരുപാട് ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഗുരു ഫിലിം, അതിനകത്തെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ഇവിടെയാണ്. മണിരത്നം മൂവീസ് ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സോങ്സും കാര്യങ്ങളൊക്കെ. സിംപ്ലി അമേസിങ് ഗൈസ്. ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ. ഓ പക്ഷേ ഓക്കെ, എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല, ലൈറ്റ് ഇല്ല. ബട്ട്
Amazing. ഇവിടെ കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സ്റ്റെപ്സ് നോക്കൂ. സ്റ്റെപ്സൊക്കെ കണ്ടോ? കല്ലാണ്. ഇത്ര ദൂരത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ആളുകളല്ലേ? അതായത് ഈ ദണ്ടോറ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അതിനായിരിക്കുമല്ലേ? ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുമല്ലേ അറിയിപ്പുകളൊക്കെ. വാ, ഒരു രക്ഷയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ക്രേസാണ്. എനിക്ക് ഇവിടുന്ന് വരാനൊന്നും തോന്നുന്നില്ല. ഞാൻ വരുമെന്ന് തോന്നുന്നില്ല.